ലൈവിൽ ക്യാപ്റ്റൻസി നോമിനേഷൻ ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. ശ്രീരേഖേനെയും ശരണ്യേനെയും നന്ദനേനെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ശ്രീരേഖയ്ക്ക് 9 വോട്ടുകളും ശരണ്യക്ക് 7 വോട്ടുകളും അതുപോലെ തന്നെ നന്ദനയ്ക്ക് 6 വോട്ടുകളുമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എവിഷന്റെ നോമിനേഷനിലും കിട്ടിയിട്ടുള്ളത് ശ്രീരേഖയ്ക്ക് 9 വോട്ടാണെന്ന് ശ്രീരേഖ പറയുകയുണ്ടായി. അപ്പം 3 വീക്കായിട്ടുള്ള ആളുകൾ തന്നെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കുന്നത്. ഈ ആഴ്ച പുറത്തു പോകേണ്ട ആളുകളൊക്കെ തന്നെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് വന്നിരിക്കുന്നത്. ശ്രീരേഖ പിന്നെ ഈ ആഴ്ച അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് വെക്കാം. നന്ദനയും ശരണ്യൊന്നും വലിയ പെർഫോമൻസ് ചെയ്തായിട്ടൊന്നും തോന്നുന്നില്ല. അത് മാത്രമല്ല നന്ദന ഇപ്പൊ അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്, വളരെ മാറ്റമുണ്ടെന്നൊക്കെയാണ് കണ്ടസ്റ്റൻസ് എല്ലാവരും പറഞ്ഞത്. അതുപോലെ തന്നെ ശരണ്യാണെങ്കിലും ക്യാപ്റ്റൻ ആയിട്ട് വരുമ്പോൾ നന്നായിട്ട് മാനേജ് ചെയ്യുന്നതൊക്കെ കാണാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെന്നൊക്കെ പറയുകയുണ്ടായി. ടാസ്ക് അപ്പൊ ഫ്ലാഗ് കൊണ്ടുപോയി കുത്തി വെക്കുക എന്നുള്ളതാണ്. കട്ടകൾ ഉണ്ടാവും, ആ കട്ടകൾ കയ്യിലെടുത്തിട്ട് അത് വെച്ച് ചവിട്ടി ചവിട്ടി പോയിട്ട് ഫ്ലാഗ് അവിടെയുള്ള ഹോൾഡറിൽ കൊണ്ടുവന്ന് കുത്തി വെക്കണം. അതാണ് ടാസ്ക്. അപ്പൊ നന്ദനോ ശ്രീരേഖ ശരണ്യോ ഇതിലൊരാളായിരിക്കും ക്യാപ്റ്റൻ ആവുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.